ഹലോ, ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ എന്റെ പച്ചക്കറി തോട്ടത്തിന് പരിചയപ്പെടുത്താൻ പോവാണ്. ഇതിലൂടെയാണ് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് പോകുന്നത്. ഇവിടേക്ക് നമ്മുടെ കോഴികളാണ്. അവിടെ ഒരു വേലിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തോട്ട് കോഴി കിടന്നു പോകും. ഇത് വേലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് കടക്കാനാണ് ഇനി പാട്. അത് നമ്മൾ ഇതിനകത്തോട്ട് കടന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കയറുമ്പോൾ കാണുന്നത് ഈ ഒരു ചെടിയാണ്. ഈ ചെടീൻ്റെ പേരാണ് കറുമൂസ് അല്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതാണ് കറുമൂസ് ചെടി. പിന്നെ ഇവിടെ ഒരു തൊട്ടാവാടി ഉണ്ട്. തൊട്ടാവാടി അല്ലേ? തൊട്ടാവാടിയാണ്. ഇത് നമ്മുടെ കവുങ്ങാണ്. ഇതും വളർന്നു വരുന്നത്രേ. പിന്നെ ഇത് രണ്ട് ചെടി, ഇത് സെയിം ആയിട്ട് ഇവിടെ ഉണ്ട്. വെണ്ടയ്ക്കയാണ്. പിന്നെ ഇത് പോകുമ്പോൾ ഇവിടെ ഒരു വാഴ. പിന്നെ ഇവിടെ ഇത് കവുങ്ങുണ്ട്. പിന്നെ ഇത് നമ്മുടെ പയറാണ്. പയറൊക്കെ നമ്മൾ കുറെ പറിച്ചു. ഈ പച്ചത്തുള്ളൻ ഇത് അവിടെ ഉണ്ട് ഒരു പയറ്. അതല്ലേ പയറ്? ഇവിടെ പയറും ഉണ്ട്. അവിടെ പയറൊരു വളർന്ന് വലുതാവുന്നത്രേ. പയറിന്റെ ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ കൈപ്പക്കേന്റെ ചെറുതാണ്. ഇവിടെ എത്തിയോ പച്ചത്തുള്ളൻ? പിന്നെ ഇത് വഴുതനയാണ്. വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ പറിച്ചു. പിന്നെ ഇത് ഇവിടെ ഒരു കവുങ്ങ്. അവസാനം ഇവിടെ കിട്ടിയൊരു വാഴ. കവുങ്ങ് വാഴ. അങ്ങനെ കവുങ്ങും വാഴയായിട്ട് കുറേ ഉണ്ട്. പിന്നെ ഇത് കുഞ്ഞു ചീര. പിന്നെ ഇവിടെ ഇതേ കപ്പയാണ്. നമ്മുടെ കടലാസ് പൂവ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. കടലാസ് പൂവാണ് അവിടെയൊക്കെ പടർന്ന് പിടിച്ച് നിൽക്കുന്നത്. പിന്നെ വഴുതനങ്ങ ഉണ്ടായ വേറൊരു വഴുതനങ്ങ ചെടിയും ഉണ്ട് അവിടെ. അങ്ങോട്ടാണ് ഇനി പോകണമെങ്കിൽ കുറേ ചെടിയുണ്ട്. ഇതുവഴി പോവാം. ആ പുല്ലിൻ്റെ നടുവിൽ ഇതുവഴി നമ്മൾ കയറി വന്ന ആ ഒരു പോയിന്റിലാണ് നമുക്ക് പോകേണ്ടത്. ഓരോ ചെടികളും നമ്മളിങ്ങനെ തടുക്കുക. പടി. ഇനി ഇവിടെ ഇതൊരു ചീര. ഇതാണ് ഞാൻ പറഞ്ഞ വഴുതനങ്ങ. ഇത് ഒരു വഴുതനങ്ങ ഇതാണ്. മറ്റേ വഴുതനങ്ങ ഇവിടെയുണ്ട്. അങ്ങനെ 2 വഴുതനങ്ങയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു വറുക്കുന്ന ഇലയാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. അത്രയും വറവാക്കിയിട്ടുണ്ട്. വീട്ടിൽ ഒരുപാട് പ്രാവശ്യം വറവാക്കിയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെ പയറും ഉണ്ടായി. പറിക്കാൻ എന്തൊരു പാടാ. ഇത് നമ്മൾ ഒരു പയറ് പറിച്ചെടുത്തിട്ടുണ്ട്. വാഴയിലോട്ട് വെക്കാം. പിന്നെ ഇതൊക്കെ പയറ് ചെടിയാണ്. അവിടെ ഇതൊരു പയറുണ്ടായിട്ടുണ്ട്. നമുക്ക് ആ പയറിൻ്റെ അടുത്തോട്ട് പോവാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോകുന്നില്ല. ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് പോകുന്നത്. നമ്മൾ പയറിൻ്റെ അടുത്തെത്തിയത്. അപ്പോഴത്തേക്കും ഇവിടെയൊക്കെ നിറച്ചും പുല്ലാണ് ഗായ്സ്. ഒരു ഉണങ്ങി ചെടി. നമ്മുടെ പയർ
പിന്നെ ഇത് ഇവിടെ ഇതിന് വെണ്ട ഉണ്ടാവുന്നേ ഉള്ളൂ. ഒരു എടുക്ക് വഴിയാണിത്. ഇങ്ങനെ ഇത് നടക്കുകയാണ് ഇവിടെ കൂടി. അമ്മേ ഇപ്പം എൻ്റെ വടി കുത്തിയാണ് ഗൈസ്. അയ്യോ വള്ളി. ഞാനിങ്ങനെ എടുക്കൊക്കെ മാറി ഒരു വാഴയുടെ തണലത്ത് നിന്നിട്ടാണുള്ളത്. വാഴയുടെ തണലത്താണ് ഞാനിപ്പോൾ നിന്നിട്ടുള്ളത്. ഇപ്പം ഇതിൻ്റെ ആദ്യമായിട്ടുള്ള വീഡിയോ ആണ്. ആദ്യം ഞാൻ പച്ചക്കറീനെ പറ്റിയാണ് എടുക്കുന്നത്. അങ്ങനെ ഇതേ ഇവിടെ പ്ലാവിൻ്റെ അടുത്ത് വന്നൊന്ന് നിൽക്കണം. ഇവിടെയാണ് അസൽ തണൽ വരുന്നത്. കുറച്ചും കൂടി അങ്ങോട്ട് കയറി നിന്നാൽ നല്ല തണൽ കിട്ടും. അല്ലേ ഞാനത് കൂടി അതിപ്പോൾ വീണു. നമ്മുടെ ഈ ചെടിയാണ് ഇങ്ങനെ നമ്മുടെ ബാലൻസ് ആയിട്ട് ഞാൻ പിടിച്ചിട്ടുള്ളത്. ഇനി ബാലൻസ് ഒന്നും വേണ്ട. അതെ നമുക്കിനി നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്തോട്ട് പോവാം. ഇനി കുറച്ച് വെണ്ടയും വഴുതനങ്ങയും ഒക്കെ പറിക്കാനുണ്ട്. നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ഇവിടെയും ഇത് പയറായിട്ടുണ്ട്. അത് പറിക്കാം. കിട്ടിയിട്ടുണ്ട് നമ്മുടെ പയറും കൂടെ. നമ്മുടെ ഒന്നാം വഴുതനങ്ങ പറിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പറിക്കാൻ ഇനി കാട്ടിപ്പോണം. അയ്യോ നമ്മുടെ കത്രിക പോയി നമ്മളത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതേ കത്രികയും കൊണ്ട് ഇതേ വെണ്ട പറിക്കാൻ വന്നിട്ടുണ്ട്. വെണ്ട പറിക്കാം. ഇനി ഇത് പറിക്കാൻ എത്ര പണിയാണാവോ? വെണ്ട സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇതേ ഈ വെണ്ടയും കൂടി പറിക്കാനുണ്ട് നമുക്ക്. ഇത് മുള്ളാണോ? കത്രിക ഇല്ലാണ്ട് നമുക്കിത് പറിക്കാൻ പറ്റുമോ നോക്കാം. കത്രിക ഇല്ലാണ്ടാണ് ഈസി. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ ഇതേ നമ്മൾ അപ്പം നമ്മളിത് നമ്മുടെ കുഞ്ഞിക്കൈപ്പൊക്കെ പറിക്കാൻ വന്നിട്ടുണ്ട്. അതിന് പിന്നെ കത്രികയുടെ ഒന്നും ആവശ്യമില്ല. ഇതേ ഇന്ന് വലിച്ചാൽ പോരും. ഇവിടെ ഉണ്ടൊരു കുഞ്ഞിക്കൈപ്പൊക്കെ. നമുക്കിതിങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഈ പച്ചക്കറികളൊക്കെ നമ്മൾ പറിച്ചെടുത്തതാണ്. ഈ പച്ചക്കറിയും കൂടെ പുറത്തേക്ക് പോവാം. എന്താ കുട്ടി? ഇതെല്ലാം പിടിച്ചോണ്ട് ഇത് കറക്കണം.
അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഒരു കുഞ്ഞു കൈപ്പക്കി കൂടി കാണിക്കേണ്ടത് മുകളിലിത് ഒരു കുഞ്ഞു കൈപ്പക്കിയുടെ അവിടെയുണ്ട് ഒരു കുഞ്ഞു കൈപ്പക്ക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടെടുത്ത് നമ്മുടെ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലത്തെ വ്ളോഗ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ബൈ.